എല്ലാവർക്കും നമസ്കാരം. എയ്സിൻ്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ, പര്യായം, സമാനപദം, വിപരീതം, ഈ ഒറ്റപ്പദം തുടങ്ങി പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ ഓരോ ക്ലാസ്സുകളിലായി നമ്മൾ പറയുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പര്യായം ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും പര്യായം നോക്കാം. ഗജം. ഗജം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആന. ആന എന്നതിൻ്റെ പര്യായമാണിതെല്ലാം. അപ്പോൾ കൃത്യമായിട്ട് എഴുതിയെടുക്കണം, നല്ല രീതിയിൽ വായിച്ച് പഠിക്കണം. ധാരാളം പരീക്ഷയ്ക്കകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് വരാറുള്ളത്. അപ്പോൾ നോക്കുന്നു, ഗജം എന്നതിൻ്റെ പര്യായമായി വരുന്ന പദങ്ങൾ ഏതെല്ലാം? ഗജം, ആന, ദന്തി, ഹസ്തി, ദീപം, മദഗജം, കുഞ്ചരം, വാരണം, കരി, ഇഭം, പത്മി, രഭി, കുംഭി, മഹാകായം, മഹാമൃഗം, സമാജം, മന്ദവൃന്ദം, മാതംഗം. അപ്പോൾ ആനയുടെ പര്യായ പദങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത് വളരെ കൃത്യതയോടുകൂടി നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ സമാജം എന്നതിൻ്റെ പര്യായ പദം അല്ലെങ്കിൽ സമാജം എന്ന അർത്ഥം വരുന്ന പദം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം, ആനയാണ്. അപ്പോൾ കണ്ടോ, ഇതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ധാരാളം. അപ്പോൾ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഒരു പുതിയ ട്രെൻഡായി നമുക്ക് മാറുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ആന എന്ന പദത്തിൻ്റെ പര്യായം ഒന്നുകൂടി നിങ്ങൾ ഒപ്പം പറഞ്ഞ് പഠിക്കണം, എഴുതിയെടുക്കണം നോട്ടിൽ. അത് കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം. ഒന്നിച്ച് പഠിക്കൊന്നും വേണ്ട. ഇന്ന് ഒരു 3 പഠിക്കുക, നാളെ ആനയുടെ 3 പര്യായം വേറെ പഠിക്കുക, മറ്റന്നാൾ വീണ്ടും നമ്മൾ 3 പര്യായം വേറെ പഠിക്കുക. അങ്ങനെ ഈ പറയുന്ന പദങ്ങളെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചെടുക്കണം. അപ്പോൾ വരാൻ 101% സാധ്യത പുലർത്തുന്നതാണ് നമ്മൾ പറയുന്നത്. ഗജം, ആന, ദന്തി, ഹസ്തി, ദീപം, മദഗജം, കുഞ്ചരം, വാരണം, കരി, ഇഭം, പത്മി, രഭി, കുംഭി, മഹാകായം, മഹാമൃഗം, സമാജം, മന്ദവൃന്ദം, മാതംഗം. അപ്പം ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട ആനയുമായി ബന്ധപ്പെട്ട പര്യായങ്ങൾ നമ്മൾ നോക്കാറുള്ളത്. ഇനി അടുത്ത പദത്തിലേക്ക് വരാം. അശ്വം. പരീക്ഷയിൽ ധാരാളം നിങ്ങൾ കണ്ടിട്ടുള്ള മറ്റൊന്നാണ് കുതിര എന്നുള്ളതിൻ്റെ പര്യായമായി വരുന്ന അശ്വം. അശ്വം എന്ന പദത്തിൻ്റെ പര്യായമായി വരുന്നത് കുതിര, തുരങ്കം, തുരകം, തുരങ്കമം, വാജി, ഗന്ധർവം, സൈന്ധവം, സപ്തതി, ഹയം, ശാലിഹോത്രം, വൃതി, ക്രോധി, കുധര, പാകലം, പരൂഷം, മാഷാശി. അപ്പോൾ ഇത്രയും. ഇപ്പോൾ മാഷാശി എന്ന് ചോദിച്ചാൽ മാഷാശി എന്ന പദത്തിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ചോദിക്കുക പരുഷം എന്ന പദത്തിൻ്റെ പര്യായമായി വരുന്ന പദം ഏതാണ്, അല്ലെങ്കിൽ കുതിര എന്ന അർത്ഥത്തിൽ താഴെ തന്നിരിക്കുന്നവയിൽ പ്രയോഗിച്ചിരിക്കുന്ന പദം ഏത് എന്നൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ വളരെ വേഗത്തിൽ നല്ലൊരു ജോലി നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. എയ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലും ഓഫ്ലൈൻ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ കൃത്യതയോടുകൂടി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ക്ലാസ് റൂമിലൂടെ നിങ്ങളിലേക്ക് എത്തുക. വളരെ വേഗത്തിൽ ഏറ്റവും നല്ലൊരു സർക്കാർ ജോലിക്കാരാക്കി നിങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനെന്നും എയ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. കൃത്യമായിട്ട് അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം തയ്യാറാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നല്ലൊരു പരിശീലനം വളരെ വേഗത്തിലുള്ള ഒരു റിസൾട്ടിലേക്ക് നമ്മളെ എത്തിക്കും. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അശ്വം എന്ന പദത്തിൻ്റെ പര്യായമാണ് നമ്മൾ പറഞ്ഞത്. കുതിര, തുരങ്കം, തുരകം, തുരങ്കമം, വാജി, ഗന്ധർവം, സൈന്ധവം, സപ്തതി, ഹയം, ശാലിഹോത്രം, വൃതി, ക്രോധി, കുധര, പാകലം, പരൂഷം, മാഷാശി. ഇനി അടുത്തത് വരുന്നു രഥം. രഥം എന്നതിൻ്റെ പര്യായമായി വരുന്നത് രഥം, തേര്, ശതാംഗം, സ്യന്ധനം. തേര്, ശതാംഗം, സ്യന്ധനം. അടുത്തത് വരുന്നു കാലാൾപ്പട. കാലാൾ, തേര് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാലാൾപ്പട അഥവാ കാലാൾ. പദാതി, പത്തി, പദകം, പദാതികം, പാദാജി, പാദാവികം, പദ്കം, പതികം. ഇത്രയും കാലാൾപ്പട. ഇതൊക്കെ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമാന പദങ്ങൾ അഥവാ പര്യായ പദങ്ങളാണ്. അപ്പോൾ പഠിക്കുക. പദാതി, പത്തി, പദകം, പാദാതികം, പാദാജി,
പാദാവികം, പദ്കം, പദികം. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ശ്രദ്ധിക്കുക, അടുത്ത പദം ആയുധം. അടുത്തതാണ് ആയുധം. ആയുധം വെച്ച് കീഴടങ്ങുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആയുധം എന്ന പദത്തിൻ്റെ സമാന പദം അല്ലെങ്കിൽ പര്യായം. ആയുധം എന്ന പദത്തെ നമ്മൾ വിളിക്കുന്നു ശാസ്ത്രം. ശാസ്ത്രം, ഹേതി, പ്രഹരണം, അസ്ത്രം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത്തരം അർത്ഥങ്ങളും പര്യായങ്ങളും ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇപ്പോഴും നമ്മൾ കണ്ടു അക്രതു എന്നുള്ളൊരു പദം നമ്മൾ കണ്ടു കഴിഞ്ഞു. അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥം ബുദ്ധിയില്ലാത്ത എന്നാണ്. അതുപോലെ നാളെ ചോദിക്കുകയാണ് ശാസ്ത്രം എന്ന അർത്ഥം വരുന്ന പദം ഏതെന്ന് ചോദിച്ചാൽ അത് ആയുധം എന്നുള്ളതിനൊരു അർത്ഥമുണ്ട്. നമുക്കറിയാം മലയാളം ഒരു പദം ഒന്നിലധികം അർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. കരം എന്ന് പറഞ്ഞാൽ കൈ എന്നുള്ള അർത്ഥമുണ്ട്, കരം എന്ന് പറഞ്ഞാൽ നികുതി എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ഒന്നുകൂടി ആയുധം, ശാസ്ത്രം, ഹേതി, പ്രഹരണം, അസ്ത്രം. ഇനി അടുത്തത് വരാം സൂതൻ, അല്ലേ? സൂതൻ. സുതൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പുത്രൻ എന്നാണ്. സുതൻ എന്ന് പറഞ്ഞാൽ പുത്രനാണ്, സൂതൻ എന്ന് പറഞ്ഞാൽ തേരാളിയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം സുതൻ പുത്രനാണെങ്കിൽ സൂതൻ എന്ന അർത്ഥം വരുന്ന പദമേതെന്ന്. അപ്പോൾ സൂതൻ എന്ന് പറഞ്ഞാൽ തേരാളി. ഏതാ മക്കളെ? തേരാളി എന്നാണ് വരിക. അപ്പോൾ സൂതൻ്റെ പര്യായങ്ങൾ അഥവാ സമാന പദം സൂതൻ, തേരാളി, നിയന്താവ്, പ്രാജിതാവ്, താന്താവ്, ക്ഷത്താവ്, സാരഥി, സുവേഷ്ട്യൻ, ദക്ഷിണസ്ഥൻ, രഥകുടുംബി. ഇത്രയും സൂതൻ എന്നുള്ളതിൻ്റെ അർത്ഥങ്ങളാണ്, സമാന പദങ്ങളാണ്. അപ്പോൾ സൂതൻ ഒന്നുകൂടി തേരാളി, നിയന്താവ്, പ്രാജിതാവ്, താന്താവ്, ക്ഷത്താവ്, സാരഥി, സുവേഷ്ട്യൻ, ദക്ഷിണസ്ഥൻ, രഥകുടുംബി. അപ്പോൾ ഇതിൽ ഓരോ പദങ്ങളും നിങ്ങൾ കേൾക്കാത്തതാവും. അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് നിങ്ങൾ കേൾക്കണം. തേരാളി എന്ന് മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് അർത്ഥം കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോന്നും പഠിക്കണം. ഇത്തരം ഇതിലേറെ ഓരോ പദങ്ങളും ഓരോ ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്യും. സമാന പദം, പര്യായം, വിപരീതം, ഒറ്റപ്പദം പാഠപുസ്തകങ്ങൾ SCERT വളരെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തും. അടുത്തത് കവചം. കവചം എന്ന പദത്തിന് അല്ലേ പടച്ചട്ട എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കവചം എന്നതിൻ്റെ സമാന പദം പടച്ചട്ട, തനൂത്രം, വർമ്മ, ദംശനം, ഉരച്ചതം, കങ്കടകം, ജഗരം. നോക്കിയേ മക്കളെ, ഇതിൽ എത്ര പദം നിങ്ങൾക്ക് അറിയാം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ആകെ നമുക്കറിയുന്ന ഒരൊറ്റ പദമേ ഉള്ളൂ. കവചം എന്ന് പറഞ്ഞാൽ പടച്ചട്ട, അതുമാത്രം നമുക്കറിയാം. തനൂത്രം എന്നാൽ പടച്ചട്ടയാണ്. വർമ്മ, വർമ്മ എന്നൊക്കെ ഒരാളെ പേരോട് കൂടി നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ വർമ്മ എന്ന പദത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ നമുക്കറിയാം കവചം എന്നാണ്. ദംശനം, ഉരച്ചതം, കങ്കടകം, ജഗരം. അപ്പോൾ കവചം, പടച്ചട്ട, തനൂത്രം, വർമ്മ, ദംശനം, ഉരച്ചതം, കങ്കടകം, ജഗരം. അപ്പോൾ ഇത്തരം വ്യത്യസ്തങ്ങളായ ധാരാളം പദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പരീക്ഷയിൽ എല്ലാ പരീക്ഷയ്ക്കകത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പര്യായം അല്ലെങ്കിൽ സമാന പദം. ഇങ്ങനെ പാഠപുസ്തകങ്ങളുമായിട്ടുള്ള ഓരോ മേഖലകളും നിങ്ങളിലേക്ക് എത്തും. നമ്മുടെ ചാനൽ നിങ്ങൾ കാണണം. എയ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുക, നോട്ട് വളരെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓരോ ക്ലാസ്സുകളും ഒന്നിനൊന്ന് പ്രധാനപ്പെട്ടവയാണ് എന്ന് തിരിച്ചറിയുക. നല്ല രീതിയിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്കൊരു ജോലിയിലേക്ക് പോവാം. 1,00,000-ലധികം ഉദ്യോഗാർത്ഥികളെയല്ല, സർക്കാർ ജീവനക്കാരെയാണ് എയ്സ് ഇതിനോടകം തന്നെ സംഭാവന ചെയ്തത്. 1,00,000-ലധികം സർക്കാർ ജീവനക്കാരെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എയ്സ് സംഭാവന ചെയ്തു. 1,00,000-ലധികം റാങ്ക് ജേതാക്കളെയും നമ്മൾ സംഭാവന ചെയ്തവരാണ്. അപ്പോൾ വളരെ വേഗത്തിൽ നിങ്ങളും ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എയ്സിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ വളരെ കുറഞ്ഞ ഫീസിളവോടുകൂടി തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എയ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്കും ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്കും വളരെ കുറഞ്ഞ ഫീസോടുകൂടി തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരാവും കൈകാര്യം ചെയ്യുക. പരീക്ഷയ്ക്ക് വരാൻ സിലബസ് അറിഞ്ഞുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക. 200-ലധികം പരീക്ഷകളാണ് 2026 നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ നല്ല ഒരു സർവീസിലേക്ക് എത്താനുള്ള കാൽവെപ്പ് തുടങ്ങുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തേക്ക് വിട. നന്ദി, നമസ്കാരം.